ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റും. തൃശൂർ പൂരം നടത്തിപ്പിൽ MR അജിത് കുമാറിന് കടുത്ത വീഴ്ചയുണ്ടായി എന്നാണ് DGPയുടെ ഇന്ന് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ PV അൻവർ MLA ഉന്നയിച്ച സ്വത്ത് വിഷയത്തിൽ യാതൊരു കഴമ്പുമില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുകയാണ്. അരുൺ രാജ്, ആധികാരികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? SKN സംസ്ഥാന പോലീസ് ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു അന്വേഷണമാണ് ഇതുവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസിലെ രണ്ടാമനായ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഒരു DGPയും അതുപോലെ തന്നെ വിജിലൻസ് മേധാവി, 2 ADGPമാർ അടങ്ങുന്ന സംഘം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ചോദ്യമായിരുന്നു. ഈ കേസിൽ ഇന്ന് DGPയുടെ റിപ്പോർട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറും. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത് തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. തൃശൂർ പൂരം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. ക്രിയാത്മകമായ വീഴ്ച ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ADGPക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമാണ് DGPയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നേരത്തെ തന്നെ CPI അടക്കമുള്ള കക്ഷികൾ സർക്കാരിന് മുമ്പിലേക്ക് ഈ വിഷയം ഉന്നയിച്ചതാണ്. ഇതിലാണ് DGP വിശദമായ തെളിവ് ശേഖരണം അടക്കം നടത്തിയത്. നേരത്തെ ADGP റിപ്പോർട്ട് DGPക്കും സംസ്ഥാന സർക്കാരിനും നൽകിയിരുന്നു. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട് DGPയുടെ റിപ്പോർട്ടിൽ. DGP പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാന ഇന്റലിജൻസ് മേധാവി അടക്കം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ കൃത്യമായി പോലീസിലെ ചില വിഭാഗങ്ങൾക്ക്, ചില ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPക്ക് ഇത് കൃത്യമായി നിയന്ത്രിക്കാനോ ക്രിയാത്മകമായി ഈ വിഷയത്തെ ഇടപെടാനോ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ള വിമർശനമാണ് DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഉത്തരവാദിത്തത്തിൽ വലിയ വീഴ്ച ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കൂടി DGP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും DGPയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി ഷാർപ്പാകുന്നു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രാഥമികമായി അന്വേഷണത്തിൽ കഴമ്പില്ല എന്നതാണ് DGPയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായ ക്രമക്കേടടക്കമുള്ള വിഷയങ്ങൾ, അതിൽ വിശദമായ പരിശോധന ഇപ്പോൾ വിജിലൻസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടമോ ഇത്തരത്തിൽ സാമ്പത്തിക ലാഭമോ MR അജിത് കുമാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് മേധാവിയുടെ ഒരു റിപ്പോർട്ടിൽ, അത് വിശദമായ പരിശോധനയിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി DGP റിപ്പോർട്ടിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും രണ്ട് പോലീസ് മേധാവിമാർ, അത് വിജിലൻസിലെയും സംസ്ഥാന പോലീസ് മേധാവിമാരുടെയും റിപ്പോർട്ടുകൾ കൂടുതൽ എതിരാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടിലെ ചില അംശങ്ങളാണ് അരുൺ രാജ് റിപ്പോർട്ട് ചെയ്തത്. ഇത് പ്രകാരം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊന്നും MR അജിത് കുമാർ ചെയ്തതായി തെളിവില്ല. എന്നാൽ തൃശൂർ പൂരം നടത്തിപ്പിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി എന്ന രീതിയിലാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും കാര്യമായി ഇടപെടൽ നടത്താൻ MR അജിത് കുമാർ കഴിഞ്ഞില്ല എന്നാണ് ഈ മുഖ്യമന്ത്രി സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറയുന്നത്.